खींचा जा रहा है और हम कह रहे हैं ये हिंदू सरकार है, हम हिंदुओं का हित करने वाली सरकार है, ये हमारे स्वाभिमान को नष्ट करने वाली सरकार है। नहीं चाहिए ऐसी सरकार, नहीं चाहिए ऐसा सिस्टम। യോഗി ആദിത്യനാഥിന്റെ യു.പിയിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ട്. അതിന്റെ അനുവികിരണങ്ങൾ യു.പിയിലെ ഓരോ തെരുവോരങ്ങളിലും പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് സവർണരടക്കമുള്ള ഹൈന്ദവ മത വിശ്വാസികളുടെ പ്രതികരണങ്ങൾക്ക് പിന്നിൽ മുഴങ്ങിക്കേൾക്കുന്ന പ്രകമ്പനങ്ങൾ ഈ വിഷയത്തിന്റെ തീവ്രതയെ വിളിച്ചറിയിക്കുന്നതാണ്. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ വിശ്വാസികളുടെ വൈകാരികമായ ഈ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒരു സ്ഫോടനത്തിലേക്ക് വഴിമാറി വലിയൊരു പൊട്ടിത്തെറിയിൽ കലാശിച്ച് അവസാനം ചിലപ്പോൾ യോഗി സർക്കാർ നിലം പതിക്കാനുള്ള സാധ്യതകളുമുണ്ട്. കാരണം അത്രത്തോളം വലിയൊരു പ്രശ്നമായി ഇത് മാറിക്കഴിഞ്ഞു. സംഭവങ്ങളുടെ തുടക്കം ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പാണ്. ഇദ്ദേഹം ഇന്ത്യയിലെ അറിയപ്പെടുന്ന പ്രമുഖനായ ഒരു സന്യാസി വര്യനാണ്. ഈ ശങ്കരാചാര്യന്മാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാ വർഷവും കൃത്യമായ ഒരു ദിവസം നിരവധി അനുയായികളോടൊപ്പം പല്ലക്കിലേറി ഗംഗയിൽ വന്ന് സ്നാനം ചെയ്യും. ഇതെല്ലാ വർഷവും കൃത്യമായി മുടങ്ങാതെ ചെയ്തു പോരുന്ന പവിത്രമായ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഈ വർഷവും പതിവ് പോലെ ഗംഗയിൽ സ്നാനം ചെയ്യാമെന്ന അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും യു.പി സർക്കാർ യോഗിയുടെ പോലീസ് തടഞ്ഞു എന്ന് പറഞ്ഞാൽ പോലീസ് വെറുതെ അങ്ങ് തടഞ്ഞതല്ല, അതിക്രൂരമായ അക്രമം പോലീസ് അഴിച്ചുവിട്ടു. സ്വാമിയുടെ അനുയായികളിൽ പലരെയും പല സ്വാമിമാരെയും അതിനിഷ്ഠൂരമായി പോലീസ് താഴെയിട്ട് ചവിട്ടി. സ്വാമിജിയുടെ കൂടെ സ്നാനം ചെയ്യാമെന്ന മറ്റു പല സ്വാമിമാരെയും മുടിക്ക് കുത്തിപ്പിടിച്ച് തറയിലൂടെ വലിച്ചിഴച്ചു. ലാത്തി കൊണ്ട് തുടരെ അതിഭീകരമായി ആക്രമിച്ചു. അനുയായികളെ മാത്രമല്ല, സ്വാമി അവിമുക്തേശ്വരാനന്ദയെയും അതിക്രൂരമായി ലാത്തി കൊണ്ട് പോലീസ് മർദ്ദിച്ചു. ഭയാനകമായ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ കേരളത്തിലെ BJP RSSകാർ പറയുന്നത് ഇത് അഖിലേഷ് യാദവ് യു.പി ഭരിച്ച കാലത്ത് നടന്ന അക്രമങ്ങളാണെന്നാണ്. സംഘപരിവാർ അല്ലെങ്കിലും എല്ലാ കാലത്തും അങ്ങനെയാണല്ലോ. അവർ പ്രതിസ്ഥാനത്ത് വരുമ്പോഴെല്ലാം ആ കുറ്റം അവരൊന്നെങ്കിൽ പാകിസ്ഥാൻ്റെ തലയിൽ, അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ തലയിൽ, അതല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ തലയിൽ വെച്ച് കൈ കഴുകലാണ് അവരുടെ സ്ഥിരം പരിപാടി. തടയാനുള്ള കാരണമായി അവർ പറഞ്ഞത് ഇത്രയധികം ജനങ്ങളുമായി വരുന്നത് ഇവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമെന്നാണ്. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകളുമായി യോഗിയും മോദിയുമൊക്കെ ഇടയ്ക്കിടെ ഇതേ ഗംഗയിൽ വന്ന് സ്നാനം ചെയ്യുന്നവരാണ്. അപ്പോഴൊന്നും ഉണ്ടാവാത്ത ഒരു ക്രമസമാധാന പ്രശ്നം സ്വാമിജി വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഏറെക്കുറെ എല്ലാവർക്കും വ്യക്തമാണ്. യോഗിയും മോദിയും ഹൈന്ദവ മതവിശ്വാസത്തെ മറയാക്കി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ആദ്യമായി തുറന്നു പറഞ്ഞത് ഈ സ്വാമിജിയായിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ പണി പൂർത്തിയാവാതെ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് ശരിയല്ലെന്നും അത് ഹിന്ദുമത വിശ്വാസപ്രകാരമുള്ള ആചാരങ്ങളുടെ ലംഘനമാണെന്നും അദ്ദേഹം അന്ന് തുറന്നു പറഞ്ഞു. അതോടൊപ്പം നരേന്ദ്രമോദിയാണ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ അതിനെ അദ്ദേഹം ശക്തമായി എതിർത്തു, വിമർശിച്ചു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ജോലി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യലല്ലെന്നും ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയും രാജ്യത്തിൻ്റെ വികസനത്തിനു വേണ്ടിയുമാണ് പ്രധാനമന്ത്രി പ്രവർത്തിക്കേണ്ടത്, ജോലികൾ ചെയ്യേണ്ടതെന്നും ക്ഷേത്ര ഉദ്ഘാടനം സന്യാസി വര്യന്മാരാണ് നിർവഹിക്കേണ്ടത് എന്നതടക്കമുള്ള പല കാര്യങ്ങളും അന്ന് അദ്ദേഹം ചങ്കൂറ്റത്തോടെ വിളിച്ചു പറഞ്ഞു. അതോടെയാണ് യോഗിയുടെയും മോദിയുടെയും സംഘപരിവാറിൻ്റെയും കണ്ണിലെ കരടായി സ്വാമി അവിമുക്തേശ്വരാനന്ദ മാറിയത്. പക്ഷേ യു.പിയിൽ ഇന്ന് കാര്യങ്ങൾ ഏതാണ്ടൊക്കെ കൈവിട്ടു പോയ അവസ്ഥയിലാണ്. ഒരാഴ്ചയായി ഈ സ്വാമിജി കഠിനമായ നിരാഹാര സമരത്തിലാണ്. താനൊരു ഹിന്ദുവാണെന്നും ഹിന്ദുമത വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം തനിക്കുണ്ടെന്നും തൻ്റെ അവകാശത്തെ യോഗിയുടെ പോലീസും സംഘപരിവാർ ഗുണ്ടകളും ചേർന്ന് തടസ്സപ്പെടുത്തി മർദ്ദിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിരാഹാരം കിടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഹിന്ദുമത വിശ്വാസിയായ ഒരു സന്യാസി വര്യന് അദ്ദേഹത്തിൻ്റെ മതവിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. എവിടെ? മുസ്ലിം ഭൂരിപക്ഷമായ ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ അല്ല, ഹിന്ദു ഭൂരിപക്ഷമായ ഇന്ത്യയിൽ ഒരു സന്യാസി തന്നെ മുഖ്യമന്ത്രിയായിരിക്കുന്ന അങ്ങ് ഉത്തർപ്രദേശിൽ. ഇത് ഹിന്ദുധർമ്മമല്ല, ഇത് ഹിന്ദുക്കളെ സംരക്ഷിക്കുന്ന സർക്കാരല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സവർണരടക്കമുള്ള ഹൈന്ദവ മത വിശ്വാസികൾ വലിയ പ്രതിഷേധത്തിലാണ്. മുമ്പ് പല വീഡിയോസുകളിലും ഞാൻ പ്രത്യേകമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിലെ BJP സംഘപരിവാർ കൂട്ടുകെട്ടിനെ നിലയ്ക്ക് നിർത്താൻ, പാഠം പഠിപ്പിക്കാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടക്കമുള്ള മതേതര ചേരി അണിനിരക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരെ ഹിന്ദുക്കൾ തന്നെ കൈകാര്യം ചെയ്തോളും. ഹിന്ദുക്കളുടെ അടികൊണ്ട് BJP സംഘപരിവാർ ഹിന്ദുത്വ തീവ്രവാദികൾ റോഡിലൂടെ, തെരുവുകളിലൂടെ ഓടി അകലുന്ന കാഴ്ച അധികം വൈകാതെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം നയന മനോഹരമായ കാഴ്ചകളുമായി ഒരു പുലരി അധികം വൈകാതെ തന്നെ പിറക്കുകയും ചെയ്യും. അതിനാവശ്യമായ വടികൾ യു.പിയിലെ ഹിന്ദുക്കൾ വെട്ടി തുടങ്ങിയിട്ടുണ്ട്.